ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് 38 കപ്പലുകൾ തിരിച്ചയച്ച യുഎസ് സൈന്യം. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടരുന്നതായും മേഖലയിൽ അമേരിക്കൻ സേന കർശനമായ സമുദ്ര നിയന്ത്രണ പ്രവർത്തനം തുടരുന്നതായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചു. തന്ത്രപ്രധാനമായ തീരദേശ കേന്ദ്രങ്ങളിലേക്കുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായി ഇറാനിയൻ സമുദ്ര അതിർത്തിയിൽ പ്രവേശിക്കുന്നതിനോ പുറത്തു കടക്കുന്നതിനോ കപ്പലുകൾ സജീവമായി തടയുകയാണെന്നും ഔദ്യോഗിക പ്രസ്താവനകൾ പറയുന്നു. നിലവിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൈന്യം സമുദ്ര ഗതാഗതം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഈ എൻഫോഴ്സ്മെന്റ് വരുന്നത്. പ്രവർത്തനത്തിന്റെ വ്യാപ്തി എടുത്തു കാണിച്ചുകൊണ്ട് എക്സിലെ ഒരു പോസ്റ്റ് അമേരിക്കൻ സേന 38 കപ്പലുകളോട് തിരിയാനോ തുറമുഖത്തേക്ക് മടങ്ങാനോ നിർദ്ദേശിച്ചുവെന്ന് സ്ഥിരീകരിച്ചു. സമുദ്രമേഖലയിലെ ഈ തീവ്രമായ ഞെരുക്കത്തിന്റെയും ടെഹ്റാൻ വാഷിംഗ്ടൺ സമാധാന ചർച്ചകളിലെ നിരന്തരമായ സ്തംഭനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തിങ്കളാഴ്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയ്ക്കായി റഷ്യയിലെത്തി. ഇസ്ലാമാബാദിലും മസ്കറ്റിലും അരാക്ചി അടുത്തിടെ നടത്തിയ ഉന്നതതല കൂടിയാലോചനകൾക്ക് ശേഷം ഇറാന്റെ നയതന്ത്ര ബന്ധത്തിന്റെ ഗണ്യമായ തീവ്രതയാണ് മോസ്കോയിലേക്കുള്ള ഈ സന്ദർശനം സൂചിപ്പിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നതിനാൽ റഷ്യൻ തലസ്ഥാനത്ത് നയതന്ത്ര മുന്നേറ്റം കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച തന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഇസ്ലാമാബാദിലേക്ക് നടത്താനിരുന്ന സന്ദർശനം റദ്ദാക്കിയതിനെ തുടർന്ന് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പ്രാദേശിക സംഘർഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഈ റദ്ദാക്കൽ തടസ്സം സൃഷ്ടിക്കുന്നതായി തോന്നുന്നു. ഈ നയതന്ത്ര തിരിച്ചടി ഉണ്ടായിരുന്നിട്ടും രണ്ട് എതിരാളികൾ തമ്മിലുള്ള ആശയവിനിമയം പിന്നോട്ടടികളിലൂടെ സജീവമായി തുടരുന്നതായി തോന്നുന്നു. ഫാർസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാൻ പാകിസ്ഥാൻ വഴി അമേരിക്കക്കാർക്ക് എഴുത്തു സന്ദേശങ്ങൾ കൈമാറി. ഇറാന്റെ ആണവ പദ്ധതിയെയും ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാന സാഹചര്യത്തെയും സംബന്ധിച്ച നിർദ്ദിഷ്ട ചുവപ്പുരേഖകൾ ഈ ആശയവിനിമയങ്ങൾ നിർവചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. വിശാലമായ പ്രാദേശിക അസ്ഥിരതയും അതിന്റെ ഗുരുതരമായ ആഗോള പ്രത്യാഘാതങ്ങളും ഈ കൈമാറ്റങ്ങളുടെ അടിയന്തരതയെ അടിവരയിടുന്നു. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ ഉൾപ്പെട്ട വെടിനിർത്തൽ പൊതുവെ മാറ്റമില്ലാതെ തുടരുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനം എണ്ണ, വാതകം, വളം എന്നിവയുടെ ആഗോള നീക്കത്തെ സ്തംഭിപ്പിച്ചു. ഈ തടസ്സം വിലക്കയറ്റത്തിനും വികസ്വര രാജ്യങ്ങളിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. പാകിസ്ഥാനിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടത്താനുള്ള പ്രാരംഭ പ്രതീക്ഷകൾ വിറ്റ്കോഫിന്റെയും കുഷ്നറിന്റെയും നിർദ്ദിഷ്ട സന്ദർശനവുമായി അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും പ്രസിഡന്റ് ട്രംപ് പെട്ടെന്ന് ദൗത്യം റദ്ദാക്കുകയും ഒന്നും സംസാരിക്കാതെ ഇരിക്കുക എന്ന് പ്രക്രിയയെ വിശേഷിപ്പിച്ചുകൊണ്ട് പുരോഗതിക്കുള്ള സാധ്യത തള്ളിക്കളയുകയും ചെയ്തപ്പോൾ ആ സാധ്യതകൾ മങ്ങി. എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല ചർച്ചകൾ റദ്ദാക്കിയതിനെ തുടർന്ന് നയതന്ത്ര നീക്കത്തിന്റെ പുതിയ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഇരട്ട ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ നിർദ്ദേശം ടെഹ്റാൻ വാഷിംഗ്ടണിന് നൽകിയതായും റിപ്പോർട്ടുണ്ട്. ഈ നയതന്ത്ര ചട്ടക്കൂടിന്റെ ഭാഗമായി സമുദ്ര സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നതിനുള്ള സാധ്യതയുള്ള വഴി വാഗ്ദാനം ചെയ്യുന്ന സമാധാന പ്രക്രിയയുടെ തുടർന്നുള്ള ഘട്ടം വരെ ആണവ ചർച്ചകൾ മാറ്റിവെക്കാനുള്ള നീക്കവും ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.